ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ. ഇത് ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ജനുവരി 1 വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഓർത്തു അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ട് അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ പക്ഷെ പോകാനായിട്ട് പോയി അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞ് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാനായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയിട്ടൊരു സുഖമില്ലാത്ത പോലെ തോന്നി. രാത്രിയിലൊക്കെ ഉറക്കളച്ച് അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരാമെന്ന് വെച്ച് നന്നായിട്ട് തൊഴുത് കേട്ടോ. നന്നായിട്ട് തൊഴുതിട്ട് വീട്ടിലോട്ട് പോരാൻ നേരം ചങ്ങനാശ്ശേരി എത്തിയപ്പം ഒരു വെള്ളം കുടിക്കണം, ഒരാഴ്ചയുടെ വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് SB കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു KR ബേക്കേഴ്സ് ഉണ്ടല്ലോ, അവിടെ കയറി ഞാൻ രാഴ്ചയുടെ ഒരു ലൈം ജ്യൂസ് മാത്രം കുടിച്ചു. വയറ് എന്തോ അപ്സെറ്റാണ്, തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേങ്കിൽ മുട്ടയും അപ്പവും മുട്ടക്കറി അപ്പവും കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഫുൾ ഡേ പ്ലാൻ ഉണ്ടായിരുന്നു, വന്ന് തിരുവല്ലയൊക്കെ പോകണം എന്നൊക്കെ. പക്ഷേ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോരുകയാണ് കേട്ടോ. അതായത് തിരുവല്ലയിലാണ് രാജേഷിൻ്റെ കസിൻസൊക്കെ ഉള്ളത്. അവിടെ പോകണം, ഹരിപ്പാട് പോകണം എന്നൊക്കെ വെച്ചാണ് പോയത്. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസും മുട്ടക്കറി അപ്പവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ KR ബേക്കറിയിൽ നിന്ന് തിരിച്ചെന്ന് നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പം പോരുന്ന വഴിക്ക് ഇനി നാളെ നമുക്കന്നാൽ പിന്നെ, പക്ഷെ നാളെ ഓൾറെഡി പ്ലാൻ ഉണ്ട്. അപ്പം നാളെ പോകാൻ പറ്റത്തില്ല. ഇത്തവണ ഞങ്ങൾ വന്നിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിലിരുന്നിട്ടില്ല. ഫുൾ ഡേ ഇങ്ങനെ ഓരോരോ പ്ലാനായിരുന്നു. കുറേ അമ്പലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു ആദ്യം നടന്നിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ല ഒരു ഫുൾ ഡേ ആയിട്ട് ഒരിക്കലും വീട്ടിലിരുന്നില്ല. ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ആ വഴിയാണ് കേട്ടോ. ഭയങ്കര ഗ്രാമപ്രദേശമാണ്. അപ്പുറത്തും ഇപ്പുറത്തും റബ്ബർ, ബാക്കി മരങ്ങൾ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും. അതായത് പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ശാന്തിയാണ്. നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടോ, BSNL മാത്രം അവിടെ അത്ര നന്നായിട്ട് റേഞ്ച് ഉള്ളൂ. അതിൻ്റെ മാത്രം ഒരു പ്രോബ്ലം ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നമ്മളത്രയും തിരക്കിന്ന് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങ് ഭയങ്കര ശാന്തതയായിട്ട് തോന്നും കേട്ടോ. നാട്ടിൽ താമസിക്കുന്നവർക്ക് പിന്നെ ഇതൊന്നും പുതുമയല്ല. പക്ഷെ എന്നാലും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ വഴികളും ഇങ്ങനത്തെ ചെറിയ ആകെ ഉള്ളത് അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം. അവിടെ ഞങ്ങൾ നടന്നു വന്ന് സാധനം വാങ്ങിക്കാനും അങ്ങനെ. ഇതൊരു സർപ്പക്കാവാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ ആ കുടുംബക്ഷേത്രമാണത്. ക്ഷേത്രമല്ല, സർപ്പക്കാവ്. അങ്ങനെയൊക്കെ കുറേ ഗുണമുണ്ട്. പക്ഷേ നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമുക്ക് എന്തോ ഭയങ്കര നമ്മൾ എന്തൊക്കെയോ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. അത് മിസ് ചെയ്യുന്നതല്ല, നമ്മൾ കുറേ എന്തൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് വരും. അപ്പം ഞാനിനിയിപ്പോൾ തിരിച്ചു പോകാറ്, ഞാൻ 15th ഞാൻ തിരിച്ചു പോവും. അപ്പോൾ അങ്ങനെ അന്നത്തെ ന്യൂ ഇയറിൻ്റെ ദിവസത്തെ ആദ്യം തുടക്കത്തിൽ തന്നെ പ്ലാൻ ഇട്ടു, പ്ലാൻ ക്യാൻസലായി. അങ്ങനെയാണ് ന്യൂ ഇയറിൻ്റെ അന്ന് പോയത് കേട്ടോ. തലേദിവസം കുഴപ്പമില്ല, അന്ന് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. നാട്ടിലെ ന്യൂ ഇയറൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ അവിടെയാണെങ്കിൽ പാർട്ടീസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നമ്മളൊന്ന് നമ്മുടെ തന്നെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചു, അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് വലിയ പ്ലാനൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് അന്ന് എങ്ങും പോയില്ല. വൈകുന്നേരം അപ്പോൾ രാജേട്ടൻ പറഞ്ഞു നമുക്ക് നാട്ടിലെ തട്ടുകടയിൽ പോകാമെന്ന്. അപ്പോൾ ഇപ്പം പള്ളിയിലെല്ലാം പെരുന്നാൾ നടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ തട്ടുകടയിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വെട്ടത്തുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴത്തേനും ടയർ പഞ്ചറായി. അത് ഞങ്ങൾ ടയർ പഞ്ചറായി അവിടെ ഞങ്ങൾക്ക് നിർത്തുകയും ഒരാൾ വന്നു, ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ടയർ മാറ്റിത്തരാം, ഞാൻ ഓട്ടോ ഓടിക്കുന്നതാണ്, പെട്ടെന്ന് മാറ്റിത്തരാം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി. ഇത്രയും നല്ല അയാൾ ഓട്ടോ ഓടിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുകയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റാണ് അയാളുടെ വീട്. പെട്ടെന്ന് തന്നെ ടയറെല്ലാം മാറ്റി തന്നു. പിന്നെ ഞങ്ങൾ കോട്ടയത്തിൻ്റെ പോകുന്നില്ല, പുതുപ്പള്ളി പള്ളിയുടെ അവിടെ പുതുപ്പള്ളിയിൽ പോയി തട്ടുദോശ കഴിക്കാതെ. അപ്പോൾ നല്ല വൈബാണ്. നോക്കിക്കും പള്ളിയിലെ പെരുന്നാളിൻ്റെയൊക്കെ ഇപ്പം എല്ലായിടത്തും പെരുന്നാളാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് തട്ടുദോശ. അപ്പോൾ തട്ടുദോശ ഓർഡർ ചെയ്തപ്പം 2 സെറ്റ്, അതായത് 3 സെറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരുണ്ടല്ലോ, 3 സെറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ സെറ്റിനകത്ത് 3 ദോശ വീതമുണ്ട്. ഞങ്ങൾ 2 ദോശ എന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെയാണെങ്കിൽ 3 സെറ്റ് മതി, എല്ലാവർക്കും 2 ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തട്ടുദോശയും തട്ടുദോശയുടെ പുറത്ത് അവർ വയ്ക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ എനിക്കിഷ്ടം. അതിൻ്റെ കൂടെ ഒരു മുളക് ഉള്ളിയും കൂടെ ഇട്ട ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ
ഒരു അമ്മയൊക്കെ ഒരു മുട്ട ഓംലെറ്റും കൂടെ കഴിച്ചു. ഞാൻ ഓംലെറ്റ് കഴിച്ചില്ല. ഇവരെല്ലാവരും ഒരു താറാമുട്ട ഓംലെറ്റും കഴിച്ചു. അങ്ങനെ ദോശ കഴിച്ചു, തട്ട് ദോശ കഴിച്ചു. അങ്ങനെ ന്യൂ ഇയറിൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു. രാവിലെ അതായത് ഫുൾ ഡേ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം ഏതായാലും വെളിയിലിറങ്ങി അന്ന് തന്നെ നമ്മുടെ ടയറും പഞ്ചറായി. 2025 തുടക്കം ഇങ്ങനെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ബാക്കി ഇങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ നല്ലതായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ലക്ഷ്മി.